അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സീരീസിലെ എപ്പിസോഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വരുന്ന എല്ലാ വീഡിയോസും കാണണമെങ്കിൽ ഞാനിത് ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പെൻ ടൂളിൽ നല്ല രീതിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, അതിലെങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ അത് നോക്കാം. പെൻ ടൂൾ പഠിക്കാനായിട്ട് നമുക്ക് 600 പിക്സൽ ഇൻറ്റു 600 പിക്സലിൻ്റെ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫയൽ, പ്ലേസ്, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കർവേച്ചർ ടൂൾ പഠിപ്പിച്ചപ്പം ഉള്ള അതേ സെയിം ഇമേജ് തന്നെയാണ്. അത് ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിൽ പോയതിന് ശേഷം അത് സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് പ്ലേസ് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫെയ്ഡായിട്ട് ലോക്കായിട്ട് വന്ന് കിടക്കും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലൊന്നും മൂവ് ചെയ്യില്ല. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പെൻ ടൂളാണ്. ഇവിടെ കിടക്കുന്ന ഈ ഒരു ടൂൾ ആണ് പെൻ ടൂൾ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കർവേച്ചർ ടൂൾ എന്ന് പറയുന്നത് പെൻ ടൂളിനെക്കാട്ടി കുറച്ചും കൂടി ഒരു എളുപ്പമുള്ളൊരു വെർഷനായിരുന്നു. അതിൽ നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ആ ടൂൾ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ പെൻ ടൂൾ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ തന്നെ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ജസ്റ്റ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഓൾട്ട് പ്രസ് ചെയ്ത് സ്ക്രോൾ ഇൻ ചെയ്യുന്നു, സൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സ്പേസ് ബാർ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ലൊക്കേഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു. ഇനി പെൻ ടൂൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ കാണിക്കാം. പെൻ ടൂളിൽ നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോർണറായിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ക്ലിക്ക് ചെയ്തു, കണ്ടില്ലേ, ഇതൊരു കോർണറായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. എത്ര ക്ലിക്ക് ചെയ്താലും അതൊരു കോർണറായിട്ടായിരിക്കും വരുന്നത്. ഫൈനൽ തുടങ്ങിയെടുത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവും. ഇനി കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡ്രാഗ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് ഡ്രാഗ് ചെയ്തതിന് ശേഷം ക്ലിക്ക് റിലീസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു കർവായിട്ടാണ് വരുന്നത്. ഈ കർവ്, ഈ ഒരു ആങ്കർ പോയിൻ്റ്, ഈ രണ്ട് ഇത് ആങ്കർ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഈ രണ്ടിതിന് ആ ആങ്കർ പോയിൻ്റ് ലെങ്ത്തും അതേപോലെ അതിൻ്റെ ചരിവ് അനുസരിച്ചായിരിക്കും കർവ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വരുന്നത്. ഇനി എവിടെയും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ആ കർവ് മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ ലെങ്ത് അനുസരിച്ചും കർവിന് വ്യത്യാസങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോർണർ ക്രിയേറ്റ് ചെയ്യാം. ലാസ്റ്റ് തുടങ്ങിയെടുത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവും. ഈ വരച്ചതിനെ തന്നെ നമുക്ക് ഇനിയും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഏത് പോയിൻ്റാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളിവിടെ കർവ് വരച്ചെടുത്താണെങ്കിൽ ആങ്കർ പോയിൻറ്റ്സ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ആങ്കർ പോയിൻറ്റ്സും കൂടെ സെലക്ട് ആയിട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സെലക്ട് ആയിട്ട് വന്നു. ഇവിടെ ആങ്കർ പോയിൻറ്റ്സ് ഒന്നുമില്ല, കാരണം ഇതൊരു കോർണറാണ്, ഇതൊരു കർവാണ്. അപ്പോൾ ഈ കർവിനെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു ആങ്കർ പോയിൻറ്റും ഈ ഒരു ആങ്കർ പോയിൻറ്റുമാണ്. അപ്പോൾ നമുക്കിതിൽ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവും മാറുന്നത് കാണാൻ പറ്റും. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിൽ ഞാൻ സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പെൻ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആങ്കർ പോയിൻറ്റ് ടൂൾ എന്ന് പറഞ്ഞ ടൂളുണ്ട്, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ ഞാൻ ഇവിടെ ഒരു കോർണറാണ് വരച്ചിരിക്കുന്നത്. ഇതെനിക്ക് കർവായിട്ട് മാറ്റണമെങ്കിൽ ഞാൻ ഈ ആങ്കർ പോയിൻ്റ് ടൂൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. പേര് നോക്കി വെച്ചോ, ആങ്കർ പോയിൻ്റ് ടൂൾ എന്നാണ്. പെൻ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഈ ടൂള് കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ വരച്ചത് കർവാണ്. ഇതിനെനിക്ക് കോർണറായിട്ട് മാറ്റണമെങ്കിലും ആങ്കർ പോയിൻ്റ് ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലൊരു എക്സ്ട്രാ ഒരു പോയിൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ വന്നിട്ട് പെൻ ടൂളിൻ്റെ ആ ഒരു സെറ്റിൽ തന്നെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ആങ്കർ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ പോയിൻ്റ് ആഡ് ചെയ്യാൻ പറ്റും.
അതേപോലെ മൈനസ് ചെയ്യാൻ വേറൊരു ടൂളുണ്ട്, ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഇങ്ങനെ ചെയ്യണമെന്നില്ല, അതിന് പകരം നമ്മൾ പെൻ ടൂൾ തന്നെ എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ പെൻ ടൂൾ തന്നെ എടുത്തിട്ട് ഇവിടെ ഓൾറെഡി ഉള്ളൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ പെൻ ടൂളിൻ്റെ താഴെ ഒരു മൈനസ് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിൽ ഈ ലൈനിൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പ്ലസ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോയിൻ്റ് ആഡ് ആവും. അതേപോലെ നമ്മൾ ഈ ഒരു പോയിൻ്റ് കൺവേർട്ട് ചെയ്യാൻ ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും മതിയാവും. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഈ ടൂളിൻ്റെ അതേ വർക്കിംഗ് ആണ് നടക്കുന്നത്. അതായത് ഈ 3 ടൂളും ഈ പെൻ ടൂളിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് വരയ്ക്കുന്നതിന് മുമ്പ് പെൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. നമ്മൾ എന്നിട്ട് വേറെ ടൂൾ എടുത്തു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇനി ബാക്കിയും കൂടെ വരയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം പെൻ ടൂൾ എടുത്ത് ഇവിടെ നമുക്ക് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഈ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു പിങ്ക് കളർ ലൈൻ വരുന്നത് കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഗൈഡ്സ് ആണ്. ഇത് നമുക്ക് പലതും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് എളുപ്പമായിരിക്കും. അത് നമുക്ക് ഓൺ ചെയ്യാൻ വ്യൂവിൽ പോയതിന് ശേഷം സ്മാർട്ട് ഗൈഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ടിക്കാണ് കിടക്കുന്നതെങ്കിൽ അത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ടിക്കില്ലെങ്കിൽ അത് ഓഫ് ആയിരിക്കും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇപ്പം ഞാൻ തൽക്കാലം ഇത് ഓഫ് ആക്കി വെക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് വരച്ച് നോക്കാം. ആദ്യം ഞാൻ പെൻ ടൂൾ എടുക്കുന്നു. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു കർവ് ആയതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു. എനിക്ക് സ്ട്രെയിറ്റ് ഇത് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഇവിടെ തന്നെ ലോക്കായി വരും. എന്നിട്ട് റിലീസ് ചെയ്യുന്നു. ഇനി ഇവിടെ വരുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഒരു കർവാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇതൊരു കോർണറാണ്, ക്ലിക്ക് മാത്രം. ഇതിലിപ്പോൾ വരുന്നത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ ഒരു ഫില്ല് കിടപ്പുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു വൈറ്റ് ഫില്ല് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഫില്ലായി വന്നിട്ടുള്ളത്. അത് മാറ്റാനായിട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം, ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇത് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിലെങ്കിൽ ഇതായിരിക്കും സെലക്റ്റഡ്, അതായത് സ്ട്രോക്ക് ആയിരിക്കും. ഫില്ല് സെലക്ട് ചെയ്ത് നൺ കൊടുത്തിട്ട് ബാക്കി നമുക്ക് വരയ്ക്കാം. കർവാണ്. കർവുകളെല്ലാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. കോർണറാണ്, സിംഗിൾ ക്ലിക്കാണ്. ഇവിടെ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് Ctrl+Z കൊടുക്കാം, അൺഡു കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യണം. ഇനി നമുക്കിതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്കിവിടെ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആങ്കർ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ പോയിൻ്റ് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ, ഞാൻ ആങ്കർ പോയിൻറ്റിലാണ് ക്ലിക്ക് ചെയ്തത്, Ctrl+Z കൊടുക്കാം. പോയിൻ്റ് മൊത്തത്തിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. ഏകദേശം കറക്റ്റായിരുന്നു. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്തായാലും എക്സാക്റ്റ് ഇതുപോലെ ആവണമെന്ന് നിങ്ങൾ നോക്കണ്ട. ഇത് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഇമേജസ് എല്ലാം വരച്ചെടുക്കാൻ മാത്രം നോക്കിയാൽ മതി. തുടക്കത്തിൽ നമുക്ക് ഇതുപോലെ പറ്റണം എന്നില്ല. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ 2 സർക്കിൾ വരയ്ക്കാം. അതിന് നമ്മൾ വീണ്ടും പെൻ ടൂൾ എടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് വിടാതെ ഡ്രാഗ് ചെയ്ത് ആവശ്യമുള്ള പൊസിഷനിൽ എത്തിയിട്ട് ക്ലിക്ക് റിലീസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്ക്
അത് ക്ലിക്ക് ചെയ്ത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടെ സൂം ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇവിടെയും കൂടെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം, എല്ലാം കർവായതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇമേജിലോട്ട് പോവാം. ഈ സിമ്പിളാണ്, ഒരു സ്റ്റാറാണ്. ഇത് വരയ്ക്കാൻ ജസ്റ്റ് ക്ലിക്ക് മാത്രം മതി. ക്ലിക്ക് 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 ക്ലിക്ക്. കഴിഞ്ഞു. ഇനി അടുത്തത് ഇതും സിമ്പിളാണ്. ഇതിൽ കർവും ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് എഡ്ജസും ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം? കറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. ഇവിടെ വെറുതെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ക്ലോസ് ആവും. നമുക്കിതൊന്ന് വരയ്ക്കാം. നമുക്ക് ഇവിടെ തുടങ്ങാം. ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് കണ്ടില്ലേ, ഇതൊരു കോർണറായിരുന്നു. പക്ഷേ നമ്മളിവിടെ കർവ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാൻ എന്ത് ചെയ്യണം? ഓൾട്ട് പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു കോർണറും ആവും, നമുക്ക് ഈ കർവും കിട്ടും. ഇനി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഞാൻ അതുപോലെ ചെയ്യുകയാണ്. ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഫൈനലി ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. ആദ്യം വരയ്ക്കുമ്പോൾ എക്സാക്റ്റ് അതുപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കണ്ണുകളൊന്ന് വരയ്ക്കാം. ശരിയായില്ല, ഞാനിവിടെ കർവ് ശരിയായില്ല. അപ്പോൾ ഞാൻ കൺട്രോൾ സെഡ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. എത്ര ആങ്കർ പോയിൻറ്റ്സ് കുറയ്ക്കുന്നോ അത്രത്തോളം സ്മൂത്തായിരിക്കും നിങ്ങളുടെ ഡ്രോയിങ്. ഇനി നമുക്ക് ഇത് വരയ്ക്കാം. ഇവിടെ തുടങ്ങാം. ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് 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 ചെയ്യുന്നു. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇനി അകത്തുള്ള ഈ ഇത് വരയ്ക്കാനായിട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഇതേപോലെ ഇവിടെ ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ ഇതിൻ്റെ ആ ഒരു ചരിവും അനുസരിച്ചായിരിക്കും ഈ ഒരു ഷേപ്പ് വരുന്നത്. ഇത് ലെങ്ത് കൂടിപ്പോയിട്ടാണ് ഇത് സർക്കിളിൽ നിന്ന് മാറി വേറൊരു ഷേപ്പായിട്ട് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് വരയ്ക്കാൻ പറ്റി. ഇത് വലിയ സർക്കിളാണ്. ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റ് വരാനായിട്ട്. ഇത് എക്സാക്ട്ലി ഇതിന് ഓപ്പോസിറ്റ് വരുമ്പോഴായിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ? ഇതും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത്രയും ഇത് വേണ്ട ലെങ്ത്. കൺട്രോൾ സെഡ് കൊടുക്കാം. ഡ്രാഗ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു,
ഓക്കെ, ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു, ഫൈനൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതേപോലെ നിങ്ങൾ ഈ ഒരു ഇമേജ് വരച്ചെടുക്കാനായിട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ലാസ്റ്റ് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അഡ്ജസ്റ്റ് ചെയ്തിട്ടും റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല, പതുക്കെ പതുക്കെ അത് നമ്മൾ പ്രാക്ടീസിലൂടെ ശരിയായി വരും. അപ്പോൾ ഇത്രയാണ് പെൻ ടൂളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വരച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂച്ചറിൽ ഞാൻ എപ്പോഴെങ്കിലും ഈ ഒരു പെൻ ടൂളിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതിൽ ഞാൻ കൊടുക്കും. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ഒന്നും ഇല്ല, അതുപോലെ പുതിയ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നോ അപ്ഡേറ്റ്സ് എന്നായിരിക്കും കിടക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ആണ് കാണുന്നത്, അപ്പോൾ അതിൽ എന്തെങ്കിലും എനിക്ക് ഫ്യൂച്ചറിൽ വന്ന എന്തെങ്കിലും അപ്ഡേറ്റ്സ് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ എൻ്റെ ലിങ്ക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലിങ്കൊന്നും ഇല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.